കെ രമ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അതിനകത്ത് ഏഴാമത്തെ പ്രതിയായിട്ട് ട്രൗസർ മനോജുണ്ട്. അപ്പൊ അതിന്റെ മൊഴി എങ്ങനെയാണ് അത് പുറത്തു വിട്ടാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പൊ ഈ ട്രൗസർ മനോജ് എന്ന് പറയുന്നത് ഈ TP കേസിലെ ഗൂഢാലോചന കേസിലെ ഒരു 3 പേര് വിചാരണ കോടതി ആദ്യം ശിക്ഷിച്ച 3 പേരിൽ ഒരാളാണ് ഈ ട്രൗസർ മനോജ്. അതില് 11ാം പ്രതിയായ ട്രൗസർ മനോജ് അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറിയായി ഗൂഢാലോചനയിൽ കുഞ്ഞനന്തനോടൊപ്പം ജോലിബാബുവിനോടൊപ്പം രാമചന്ദ്രനോടൊപ്പം പങ്കെടുത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം. തീർച്ചയായിട്ടും നമ്മളെ സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം അതൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് നിർത്തിയിട്ടില്ല, സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിപ്പോ 3 ഉദ്യോഗസ്ഥരെ പുറത്തിറങ്ങി സസ്പെൻഡ് ചെയ്തു എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമ്പോ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല. 3/6 കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ വിവാദമായപ്പോൾ ഇതിനകത്ത് വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ അവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെത്തിയത്. അതും ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സബ്മിഷന് കൊടുത്ത TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുത്തത്. 21ാം തീയതിയാണ് ആദ്യത്തെ മൊഴിയെടുക്കുന്നത്. 22ാം തീയതിയാണ് ഇത് മാധ്യമങ്ങൾ വാർത്താ ചാനലുകൾ പുറത്തുവിടുന്നത്. 22ാം തീയതി ഉച്ചയ്ക്കാണ് ബഹുമാനപ്പെട്ട ജയിൽ മേധാവി പത്രക്കുറിപ്പ് ഇറക്കുന്നത്. പക്ഷെ 22ന് വൈകുന്നേരമാണ് എന്റെ അടുത്ത് വന്നിട്ട് നേരിട്ട് വന്ന് മൊഴിയെടുക്കുന്നത്. പിന്നീട് ഇതൊക്കെ നിർത്തിയതിനു ശേഷം ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ പ്രതികളുടെ ലിസ്റ്റ് വരുമോ? ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് പ്രതികളെ ഉൾപ്പെടുത്തിയത്. സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് കെ രമ ഉന്നയിക്കുന്നത്. പക്ഷേ സർക്കാർ ഹൈക്കോടതിയുടെ വിധി ശിക്ഷ ഇളവ് കൊടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇങ്ങനെയൊരു നീക്കം സർക്കാർ നടത്തുന്നത് ഈ പ്രതികൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഞങ്ങളുടെ TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട് 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ രമ. തുടക്കം മുതൽ തന്നെ കെ രമ ആരോപിക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ വ്യക്തമായ അറിവോടെ ഇടപെടലോടെ മാത്രം നടന്നൊരു സംഭവമാണ് ഇത് എന്നുള്ളത്. ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുകയാണ് കെ രമ. ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ 3 ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമോ എന്ന സുപ്രധാനമായൊരു ചോദ്യമാണ് കെ രമ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് പ്രതികളെ ഉൾപ്പെടുത്തിയത്. ഇളവ് അനുവദിക്കില്ലെന്ന് നിയമസഭയ്ക്ക് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടിയാണ് സർക്കാരിന്റെ നീക്കം എന്ന വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നും തറപ്പിച്ച് പറയുകയാണ് കെ രമ. മാത്രമല്ല സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് എതിരെ ഉണ്ടായിരിക്കുന്നത് എന്നും കെ രമ ആവർത്തിക്കുന്നു. അങ്ങനെ തന്റെ മുൻ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മുൻ ആരോപണങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കെ രമ. തുടക്കം മുതൽ തന്നെ കെ രമ ആരോപിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആഭ്യന്തര വകുപ്പിന് വ്യക്തമായ അറിവുണ്ട്. അവരുടെ അറിവോടെ തന്നെയാണ് ഈ ഒരു നീക്കം നടന്നിരിക്കുന്നത് എന്ന് ആ വിഷയത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കെ രമ.